ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 25 ബുധനാഴ്ച. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സൺഡേ ചെയ്ത വീഡിയോയുടെ ഹെഡ്ലൈൻ എന്തായിരുന്നു? നിഫ്റ്റിയെ അതിന്റെ പാട്ടിന് വിട്ടേക്കുമെന്നായിരുന്നു. നിഫ്റ്റിക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ല. ഈഗോ ഹട്ടായി പുള്ളിയുടെ മൺഡേ 165 പോയിന്റിന്റെ റാലിയാണ് രേഖപ്പെടുത്തിയത്. പക്ഷെ കുഴപ്പമില്ല, ട്യൂസ്ഡേ വീണ്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ ട്യൂസ്ഡേ ഓപ്പൺ ചെയ്തത് മുകളിലായിരുന്നു. 23,867 പോയിന്റിന്റെ ഹൈ കാണിച്ചതിന് ശേഷം ക്ലോസ് ചെയ്തത് 23,727 എന്ന നിലയിലായിരുന്നു. ഇന്നലെ മാർക്കറ്റ് വീഴാനുള്ള കാരണം FI സെല്ലിംഗ് തന്നെയായിരുന്നു. തിങ്കളാഴ്ച അവർ 168 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഇന്നലെ 2,454 കോടിയുടെ സെല്ലിംഗ് ആണ് FIs നടത്തിയത്. DIs മൺഡേ 2,227 കോടിയുടെ ബൈങ്ങും ട്യൂസ്ഡേ 2,819 കോടിയുടെ ബൈങ്ങുമാണ് നടത്തിയത്. ലാസ്റ്റ് സൺഡേ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഏതായിരുന്നു? സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ ലിമിറ്റഡ്. 525 രൂപയ്ക്കായിരുന്നു ഈ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തത്. മൺഡേ സ്റ്റോക്ക് തുറന്നത് 510-നും 530-നും ഇടയ്ക്കാണ് ട്രേഡ് ചെയ്തത്. ട്യൂസ്ഡേ ഈ സ്റ്റോക്ക് 536ന്റെ ഹൈ കാണിച്ചതിന് ശേഷം 527ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം പെർഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചില സ്റ്റോക്കുകൾ പെർഫോം ചെയ്യും, ചിലത് പെർഫോം ചെയ്യില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ പോലും ചില വർഷങ്ങളിൽ നെഗറ്റീവ് റിട്ടേൺ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ആയ രാധാകൃഷ്ണൻ ദമാനിയുടെ പോർട്ട്ഫോളിയോ 19% നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. ഹേമേന്ദ്ര കോട്ടാരിയുടെ പോർട്ട്ഫോളിയോ -21% റിട്ടേണും ശ്രീ രാകേഷ് ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോ നൽകിയത് വെറും 3% റിട്ടേൺ ആണ് ഒരു വർഷത്തിൽ നൽകിയത്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. ആശിഷ് കച്ചോലിയുടെ 89% റിട്ടേൺ ഒഴിവാക്കിയാൽ ബാക്കി പലരുടെയും ഇയർലി റിട്ടേൺ -10% മുതൽ 30% വരെ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന് അനിൽ ഗോയൽ -10%, ഭാവുക് ത്രിപാഠി -7%, തേജസ് ത്രിവേദി 15% റിട്ടേൺ, ആശിഷ് ധവൻ 25%, നേമേഷ് ഷാ 25%, മനീഷ് ജെയിൻ 21%, വിജയ് കേഡിയ 20%. ഇതൊക്കെയാണ് ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയ റിട്ടേൺ, ഒരു വർഷത്തിൽ കിട്ടിയ റിട്ടേൺ. അപ്പൊ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പൈസ ഇട്ടതിന് ശേഷം നമുക്ക് തീരെ ക്ഷമയില്ല. നമുക്ക് 20% റിട്ടേണിലും 25% റിട്ടേണിലും താല്പര്യമില്ല. അതുകൂടാതെ സ്റ്റോക്കുകളൊന്നും താഴെ പോകാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഡബിൾ ആവണം, ട്രിപ്പിൾ ആവണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്: ഇത്രയും ലീഡിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ പോലും നെഗറ്റീവ് റിട്ടേൺ കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോൾ വേണമെങ്കിലും നെഗറ്റീവ് റിട്ടേൺ കാണിക്കാം. ക്ഷമയാണ് പ്രധാനം, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രധാനം. അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് യൂണിവെസ്റ്റ് ആണ്. എന്ത് ചെയ്തിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുന്നില്ല, എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ ട്രേഡുകൾ വർക്കാവുന്നില്ല എങ്കിൽ യൂണിവെസ്റ്റ് ഒരു ഗെയിം ചേഞ്ചർ ആയേക്കാം. യൂണിവെസ്റ്റ് ആപ്പ് വഴി നിങ്ങൾക്ക് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം റെക്കമെൻഡേഷൻസ് ലഭിക്കുന്നു. ഈക്വിറ്റിയിലും FNOയിലും കമോഡിറ്റിയിലും ഇവർ റെക്കമെൻഡേഷൻ മാത്രമല്ല നൽകുന്നത്, എപ്പോ വാങ്ങണം, എപ്പോ വിൽക്കണം, ടാർഗറ്റ് എത്ര, ഇതൊക്കെ ഇവരുടെ ആപ്പ് വഴിയും വാട്സാപ്പ് വഴിയും ടെലിഗ്രാം വഴിയും യഥാസമയം അറിയിക്കുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് AI ബേസ്ഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഇത് നിങ്ങൾക്ക് മോശം ഇൻവെസ്റ്റ്മെന്റ് എക്സിറ്റ് ചെയ്യുന്നതിനും നല്ല ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ആഡ് ചെയ്യുന്നതിനും സഹായിച്ചേക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, 40 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉപയോഗിച്ചു വരുന്ന ഈ ആപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. അവർക്ക് ETയുടെ നമ്പർ 1 സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആപ്പ് എന്ന അവാർഡും ലഭിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവെസ്റ്റ് ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വളരെ അഫോർഡബിൾ ആണ്. പ്രതിമാസം 183 രൂപ എന്ന നിരക്ക് മുതൽ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് 5 ഫ്രീ റെക്കമെൻഡേഷൻ ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ 80% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. പിന്നെ എന്തിനാണ് താമസിപ്പിക്കുന്നത്? ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഒരു പുതിയ പടിയിലേക്ക് ഉയർത്തൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലുള്ള ചില അപ്ഡേറ്റുകളൊക്കെ നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് ഗർവാരെ ടെക്നിക്കൽ ഫൈബേഴ്സ് എന്ന സ്റ്റോക്കിലാണ്. ഈ കമ്പനി ഒരു ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. 4:1 എന്ന റേഷ്യോയിലായിരുന്നു ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബോണസിന്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 3 അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് വരുന്നത് മറീൻ ഇലക്ട്രിക്കൽ എന്ന കമ്പനിയിലാണ്. ഈ കമ്പനിക്ക് 8 കോടിയുടെ ഒരു എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, ഫെബ്രുവരി 1 നമ്മുടെ യൂണിയൻ ബജറ്റ് വരുന്നത്. അത് ശനിയാഴ്ചയാണ്. ഫെബ്രുവരി 1 ശനിയാഴ്ച ഒരു ട്രേഡിംഗ് വർക്കിംഗ് ഡേ ആണ്.
9:15 മുതൽ 3:30 വരെ സാധാരണ പോലെ ട്രേഡിംഗ് നടത്താവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഈ ആഴ്ച ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഉണ്ടല്ലോ. AB മണി, അതായത് ബിർള മണി 120 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് 303ന്റെ ഓൾ ടൈം ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ 150% റിട്ടേൺ ആണ് 11 മാസത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ആദ്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ താമസിപ്പിക്കണം കേട്ടോ. ഈ ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ തന്നോളൂ. അതുകൂടാതെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറയുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഇത് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി ആഡ് ചെയ്ത ചില സ്റ്റോക്കുകൾ മാത്രമാണ്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല. നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നതിന് മുമ്പേ സ്വയം പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഒരു ഓട്ടോമൊബൈൽ കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ പ്രധാന പ്രോഡക്ട്സ് ഗാസ്കറ്റ്സും ഫോർജിങ്സുമാണ്. ഗാസ്കറ്റ്സിൽ ഇവർക്ക് 50% മാർക്കറ്റ് ഷെയർ ഉണ്ട്. റവന്യൂ ബ്രേക്കപ്പ് നോക്കിയാൽ ഗാസ്കറ്റിലും ഹീറ്റ് ഷീൽഡിലും കൂടിയിട്ട് ഏകദേശം 66% വരുമാനവും ബാക്കി ഫോർജിങ്സിൽ 34% വരുമാനവുമാണ് കമ്പനിക്കുള്ളത്. ഇതിൽ 21% 2 and 3 വീലർ സെഗ്മെന്റിൽ നിന്നും 33% പാസഞ്ചർ വെഹിക്കിളിൽ നിന്നും 25% ഹെവി ആൻഡ് ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളിൽ നിന്നുമാണ്. ബാക്കി 21% അഗ്രികൾച്ചറൽ സെഗ്മെന്റിൽ നിന്നും ഓഫ് റോഡ് സെഗ്മെന്റിൽ നിന്നുമാണ് ഇവർക്ക് ലഭിക്കുന്നത്. മാരുതി, ടാറ്റ മോട്ടോഴ്സ്, ജാഗ്വാർ, ലാൻഡ് റോവർ, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോപ്പ്, BMW, JCB, ഹോണ്ട എന്നീ കമ്പനികൾ ഇവരുടെ ക്ലയന്റ് ലിസ്റ്റിൽ പെടുന്നവയാണ്. നവംബർ 27 ഈ സ്റ്റോക്ക് 344 രൂപ വരെ പോകുകയുണ്ടായി. 475 കോടിയുടെ ഒരു മൾട്ടി ഇയർ ഓർഡർ ലഭിച്ചു എന്ന കാരണത്താലാണ് ഈ സ്റ്റോക്ക് നവംബർ 27 റാലി ചെയ്തത്. ഈ ദിവസം ഈ സ്റ്റോക്ക് ഏകദേശം 15% റാലി രേഖപ്പെടുത്തിയിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിലാണ് ഈ 475 കോടിയുടെ ഓർഡർ ഈ കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ളത്. ഇതിനു മുമ്പ് ഈ കമ്പനി 2000 കോടിയുടെ ഓർഡർ 2024-25 ഫസ്റ്റ് ഹാഫിൽ നേടിയിരുന്നു. ഏകദേശം 2200 കോടിയുടെ ടേൺ ഓവറാണ് കമ്പനി 2026-27 പ്രതീക്ഷിക്കുന്നത്. ലാസ്റ്റ് 5 ഇയേഴ്സ് സെയിൽസ് ഫിഗർ നോക്കിയാൽ സെയിൽസ് 385 കോടിയിൽ നിന്ന് 778 കോടിയായും പ്രോഫിറ്റ് 12 കോടിയിൽ നിന്ന് 110 കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. സെയിൽസും പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ വാല്യൂസ് ഒക്കെ നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1935 കോടി രൂപയാണ്. കറന്റ് പ്രൈസ് 313 രൂപ. 52 വീക്ക് ഹൈ 396 രൂപ. 52 വീക്ക് ലോ 220. PE നോക്കിയാൽ 22ന്റെ PE ആണ് ഇപ്പോൾ ഉള്ളത്. സെക്ടർ PE 30.5 ആണ്. ബുക്ക് വാല്യൂ 96.4. ഡിവിഡൻഡ് ഡീൽഡ് ഏകദേശം 0.22% ഡിവിഡൻഡ് ഡീൽഡാണ്. ROC നോക്കിയാൽ 21.4ന്റെ ROCയും 17.2ന്റെ ROEയുമാണ് കമ്പനിക്കുള്ളത്. ഫേസ് വാല്യൂ 2 രൂപയാണ്. EPS ലാസ്റ്റ് ഇയർ EPS 17.8. ഡെറ്റ് വെറും 94 കോടി രൂപ മാത്രമേ ഉള്ളൂ. റിസർവ് 583 കോടി റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് ഒന്നും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് 58.4%. FIS ഹോൾഡ് ചെയ്യുന്നത് 0.5% ആണ്. DIS നെഗ്ലിജിബിൾ ആയിട്ടുള്ള 0.01% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സ്റ്റോക്കിന്റെ പേരാണ് ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ലിമിറ്റഡ്. സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ലിമിറ്റഡ്. അപ്പൊ ഈ സ്റ്റോക്കിന്റെ പ്ലസ് പോയിന്റ് എന്തൊക്കെയാണ്? നല്ല ഏർണിംഗ് വിസിബിലിറ്റി ഉണ്ട്, ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട് നല്ലതാണ്, അതുകൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് ഉണ്ട്. നെഗറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? FISും DISും അവരുടെ ഹോൾഡിംഗ് കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള സ്ലോ ഡൗൺ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെയും സെയിലിനെയും കാര്യമായി ബാധിച്ചേക്കാം. സുഹൃത്തുക്കളെ, സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് 313 രൂപ എന്ന നിലയിലാണ്. ഏകദേശം 300 രൂപ 305 രൂപയ്ക്ക് അടുത്താണ് ഈ സ്റ്റോക്ക് ശരിക്കും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റോക്കുകൾ അങ്ങനെ കറക്റ്റ് പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് 313 തന്നെ ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.